പുഞ്ചിരി പൂണ്ടു കുറെ പറഞ്ഞിടുവൻ നെഞ്ചരി എന്നും പറഞ്ഞു പോയിടിനാൻ മന്ധര പിന്നിയ വണ്ണമനുഷ്ഠിച്ചുരാക്കിയും ധീരനായേറ്റം ദയാന്യതനായി ഗുണാധാര സംയുക്തനായി നിരഞ്ജനായി നിജ ദേശീയവാക്യസ്ഥിതനായി സുശീലനായി വ്യാസയാശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നെങ്കിൽ ഒരിക്കലും നഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിരതനായി വന്നുകൂടും ദൃഢം ഉജ്ജന സംസർഗമേറ്റാമകലവേ വർദ്ധിക്ക വേണം പ്രയത്നേന സുൽമാൻ സൽകുമാജലം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി ഭൂപതികളോട് പറഞ്ഞുകൊണ്ടന്തപുരം അകമ്പുക്കരുളിനാൻ അന്നേരമാത്മപ്രിയതമായാകിയ തന്നെ പത്നിയെ കാണായ കാരണം എത്രയും വിഹ്വലനായോ ഒരു ഭൂപനും ചിത്തധാരിങ്ങൾ നിരൂപിച്ചതീദീർഷം മന്ദിരം തന്നെ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്താമവൾ പോയി നാൾ മന്ദമാകും മാനസേ ചൊല്ലുവിന്ദാസികളെ ഭഗവാൻ സ്വാമി കല്യാണകാപ്പി മറ്റെങ്ങു പോയിരുന്നാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൾ ക്രോധാലയം പ്രവേശിച്ചതിന്മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവ തത്ര ഗത്വാനിരുവടി ദേവിതൻ ചിത്താമനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ടു വയേനാമഹീപരി ചെന്നങ്ങരികത്തിരുന്നു സസംഗം മന്ദമന്ദം തലോടി പ്രിയെ സുന്ദരീ ചൊല്ലുചൊല്ലെത്തിനു വല്ലവേ നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതന്തമോടും കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹനാരൂപേ ഗുണശീലേ ഭേദമുണ്ടായതെന്നോടു ചൊൽകലോ മൽ പ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം